നമസ്തേ, രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ശിവക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ചൊവ്വല്ലൂർ ശിവക്ഷേത്രം. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു അതിപുരാതനമായ ക്ഷേത്രമാണിത്. ഇവിടെ കൈലാസനാഥൻ സപരിവാരമാണ് കുടികൊള്ളുന്നത്. ഭഗവാന്റെ ആ അനുഗ്രഹത്തോടുകൂടി നമുക്ക് ഈ ക്ഷേത്രവിശേഷങ്ങളിലേക്ക് ഇന്ന് കടന്നു ചെല്ലാം. തൃശൂർ ജില്ലയിൽ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചൊവ്വല്ലൂർ എന്ന ദേശത്ത് ചൊവ്വല്ലൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയായി ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ അതിപുരാതനമായ മഹാദേവ ക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളെ പ്രകീർത്തിക്കുന്ന ശിവാലയ നാമസ്തോത്രത്തിൽ 10ാമത്തെ ക്ഷേത്രമായി പരാമർശിക്കപ്പെടുന്നു. ഉയരമേറിയ ഭൂവിഭാഗത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രം പ്രഥമ കാഴ്ചയിൽ തന്നെ പ്രൗഢഗംഭീരമായൊരു മഹാക്ഷേത്രത്തിൻ്റെ സൂചനകളാണ് പങ്കുവയ്ക്കുന്നത്. കെട്ടിലും മട്ടിലുമൊക്കെ ദക്ഷിണ കൈലാസമായ ശ്രീ വടക്കുംനാഥ ക്ഷേത്രവുമായി സമാനതകളും തോന്നുന്നുണ്ട്. ഏകദേശം 4 ഏക്കറോളം വരുന്ന ക്ഷേത്രഭൂമിയിൽ നിലനിൽക്കുന്ന ഈ ശിവക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ സ്വാഗതമരുളുന്നത് ഈ പുരാതന ക്ഷേത്രത്തിൻ്റെ ശില്പകലാ വൈദഗ്ധ്യം നിറഞ്ഞ കാഴ്ചകളാണ്. ക്ഷേത്ര ഐതിഹ്യം ശ്രീ വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഴുവന്നൂർ ഇല്ലത്തെ ഒരു ബ്രാഹ്മണൻ ശ്രീ വടക്കുംനാഥൻ്റെ നിതാന്ത ഭക്തനായിരുന്നു. ശ്രീ വടക്കുംനാഥ ദർശനം അദ്ദേഹം ഒരിക്കലും മുടക്കാറില്ലായിരുന്നു. അത്രയും നിഷ്ഠയോടെ നിഷ്കളങ്കമായ ഭക്തിയോടെ അദ്ദേഹം വടക്കുംനാഥനെ ഭജിച്ചുകൊണ്ടിരുന്നു. വയസ്സായപ്പോൾ ഭഗവത് ദർശനത്തിന് പോകുവാൻ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയെങ്കിലും ശ്രീ വടക്കുംനാഥനെ കാണാതെ അദ്ദേഹത്തിന് ഒരു ദിവസം പോലും മുന്നോട്ടു പോകുവാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ ആ ഭഗവാനെ കാണുവാനുള്ള യാത്രകൾ അദ്ദേഹം മുടക്കിയതുമില്ല. ഒരിക്കൽ ഇല്ലത്ത് നിന്ന് ഇറങ്ങി ഈ ഭൂമിയിൽ എത്തിയപ്പോൾ ഒത്തിരി അവശതകൾ അനുഭവപ്പെട്ട അദ്ദേഹം ശ്രീ വടക്കുംനാഥനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അപ്പോൾ അനുഭവപ്പെട്ട ആകുലതകളെല്ലാം ഭഗവാന് മുമ്പിൽ സമർപ്പിച്ചു. ഭഗവാനെ, ഇനി എനിക്ക് അവിടുത്തെ കാണാൻ വരുവാൻ സാധിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് ഇവിടെ അതീവ തേജസ് വമിക്കുന്നൊരു ചൈതന്യം അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ശ്രീ വടക്കുംനാഥനെ ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ദിവ്യാനുഭൂതി അപ്പോൾ ആ മഹാഭക്തന് ലഭിച്ചു. തൻ്റെ ഭഗവാനെ, തൻ്റെ വടക്കുംനാഥനെ തന്നെയാണ് താൻ കണ്ടത് എന്ന് ആ ഭക്തൻ ഉറപ്പിച്ചു. ശിവചൈതന്യം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ച് ആരാധന തുടങ്ങി എന്നൊക്കെയാണ് കഥകൾ. എന്നാൽ പരശുരാമ പ്രതിഷ്ഠിതമായ ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഈ പുണ്യഭൂമിയിൽ ശിവചൈതന്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. പടിഞ്ഞാറേ നടയിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മളുടെ ദൃഷ്ടികൾ പതിയുന്നത് 10 അടിയോളം ഉയരമുള്ള ബലിക്കല്ലിലേക്കാണ്. ബലിക്കൽ പുരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അതിബൃഹത്തായ ബലിക്കൽ ഉള്ളതുകൊണ്ട് തന്നെ നാലമ്പലത്തിനകത്തേക്ക് പുറത്തുനിന്നും കാണുക സാധ്യമല്ല. നാലമ്പലം സാമാന്യം വലുതാണ്. നമസ്കാര മണ്ഡപം വിശാലവും അതിമനോഹരവുമാണ്. അവിടെ നന്ദികേശ്വര ബിംബവുമുണ്ട്. അതിബൃഹത്തായ ഇരുനില വട്ട ശ്രീകോവിലിൽ പടിഞ്ഞാറ്റ് ദർശനമായി ദിവ്യമായ ശിവലിംഗത്തിൽ സാക്ഷാൽ കൈലാസനാഥൻ ചൊവ്വല്ലൂർ തേവരായി അഥവാ ചൊവ്വല്ലൂരപ്പനായി പരിലസിക്കുന്നു. എത്തിയ സമയത്ത് ധാര നടക്കുന്ന സമയമായിരുന്നു. കൈലാസ ശൃംഗങ്ങളിൽ മഞ്ഞുകണങ്ങൾ വന്ന് പതിക്കുന്നത് പോലെ പ്രപഞ്ചപിതാവ് സാന്നിധ്യം ചെയ്യുന്ന ആ ദിവ്യമായ ശിവലിംഗത്തിൽ നിന്നും ജലഗണങ്ങൾ ഊർന്നു വീഴുന്ന ആ ദിവ്യദർശനം പരമമായ ശാന്തിയും പരമാനന്ദവുമാണ് സമ്മാനിച്ചത്. കിഴക്കേ നട ശ്രീ പാർവതീദേവിയുടേതാണ്. ശിവശ്രീകോവിലിൽ തന്നെ പിൻഭാഗത്ത് കിഴക്ക് ദർശനമായി നിൽക്കുന്ന ഭാവത്തിലുള്ള
ശ്രീ പാർവതീദേവിയുടെ വിഗ്രഹത്തിൻ്റെ ആ ചാരുത എടുത്തു പറയേണ്ടതാണ്. മധുര മീനാക്ഷി ദേവിയുടെ ഭാവമാണ് ഇവിടെ വാഴുന്ന അമ്മയ്ക്ക് എന്ന് പറയപ്പെടുന്നു. മഹേശ്വരൻ്റെ പ്രാണപ്രിയയായ പർവ്വതനന്ദിനി തൻ്റെ ഭക്തർക്ക് സർവമംഗളങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് അതീവ മംഗളസ്വരൂപിണിയായി ഈ പുണ്യക്ഷേത്രത്തിൽ പരിലസിക്കുന്നു. ധാര നടക്കുന്ന സമയമായതിനാൽ ശിവലിംഗം അലങ്കാരങ്ങൾ ഇല്ലാതെയാണ് ദർശിച്ചത്. അലങ്കാര സമയത്ത് ചന്ദ്രക്കലകളും മറ്റ് ആടയാഭരണങ്ങളും ചാർത്തിയാണ് ചൊവ്വല്ലൂർ വാഴും തേവർ ദർശനം നൽകാറുള്ളത്. ഭഗവാന് ഉഗ്രഭാവമാണ് അഥവാ ഗൗരവഭാവമാണ് എന്നൊക്കെ വാമൊഴികളുണ്ട്. അത് കുറയ്ക്കാനായിട്ടാണ് ദേവിയെ പ്രതിഷ്ഠിച്ചത് എന്നും കേട്ടുകേൾവികളുണ്ട്. ഈ ക്ഷേത്രത്തിൽ 2 ഗണപതി പ്രതിഷ്ഠകളുണ്ട്. പ്രധാന ശ്രീകോവിലിൽ തന്നെ തെക്ക് ദർശനമായി ഗണപതിയും ദക്ഷിണാമൂർത്തിയും കുടികൊള്ളുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേക ശ്രീകോവിലിലും ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. ഇവിടെ തന്നെ പ്രഭ എന്ന പത്നിയുടെയും സത്യകൻ എന്ന പുത്രൻ്റെയും ഒപ്പം കുടികൊള്ളുന്ന ശാസ്താവും പ്രതിഷ്ഠിതമായിട്ടുണ്ട്. 1997-2001 കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണവും ശ്രീകോവിലിൻ്റെ പുനർനവീകരണവും ഒക്കെ നടന്നു. ആ സമയത്ത് ചില ഉപദേവതകളും പ്രതിഷ്ഠിതമായിട്ടുണ്ട്. അപ്പോഴാണ് 1 നില വട്ട ശ്രീകോവിലായിരുന്ന ഇവിടുത്തെ ശ്രീകോവിൽ 2 നില വട്ട ശ്രീകോവിലായി മാറിയത് എന്ന് പറഞ്ഞു കേട്ടു. പരമ്പരാഗത രീതി അനുസരിച്ച് തന്നെയാണ് ശ്രീകോവിലിൻ്റെ പണികളെല്ലാം നടന്നത്. ഇപ്പോൾ ശ്രീകോവിലിനു ചുറ്റും അതിമനോഹരമായ ചുമർ ചിത്രങ്ങളുണ്ട്. ശ്രീകോവിലിൻ്റെ ആ പുറത്തു കാണുന്ന ശില്പങ്ങളൊക്കെ അതിമനോഹരവും കുറ്റമറ്റതുമാണ്. ഇവിടെ കണ്ട വേറൊരു പ്രത്യേകത സാധാരണ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ കാണുന്ന സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠകൾ ഇവിടെ ഉപദേവതകളായി കുടികൊള്ളുന്നുണ്ട് എന്നതാണ്. നാലമ്പലത്തിനകത്ത് തെക്കു ഭാഗത്ത് കറുത്ത കൃഷ്ണശിലയിൽ ബ്രഹ്മാണി, വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നീ 7 അമ്മമാർ ഈ പുണ്യക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട്. നാലമ്പലത്തിനകത്ത് ദേവതകളുടെ വന്ദനാ ശ്ലോകങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുന്നത് വളരെ നല്ല കാര്യമായി തോന്നി. നാലമ്പലത്തിന് പുറത്ത് അതുല്യ ബലവാനായ ഹനുമാൻ സ്വാമി പ്രത്യേക ശ്രീകോവിലിൽ കുടികൊള്ളുന്നു. 2 കൈകളും കൂപ്പി ശ്രീരാമ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഭക്തിയുടെയും ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും മഹിമ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് അഞ്ജനാ തനയനായ ആഞ്ജനേയ സ്വാമി ഇവിടെ കുടികൊള്ളുന്നു. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലുള്ള ശിവഭൂതമായ സിംഹോദരൻ്റെ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. ശ്രീ വടക്കുംനാഥൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഭഗവാനെ അനുഗമിച്ചതാണെന്ന് പറയപ്പെടുന്നു. ശിവപുത്രനായ സുബ്രഹ്മണ്യസ്വാമിയും മതിലകത്ത് വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഇവിടെ കുടികൊള്ളുന്നുണ്ട്. വടക്ക് കിഴക്കേ മൂലയിൽ നവഗ്രഹ പ്രതിഷ്ഠയുമുണ്ട്. ഈ ക്ഷേത്രത്തിലെ ദമ്പതി പൂജ അഥവാ ഉമാമഹേശ്വര പൂജ വളരെ പ്രശസ്തമാണ്. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം വലിയമ്പലത്തിലെ പ്രത്യേക മണ്ഡപത്തിൽ നടക്കുന്ന ഈ വിശിഷ്ടമായ പൂജ മംഗല്യ സൗഭാഗ്യത്തിനും ദീർഘമംഗല്യത്തിനും അതിശ്രേഷ്ഠമാകയാൽ പല ദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ ഇതിൽ പങ്കുകൊള്ളുവാനായി ഇങ്ങോട്ട് എത്തിച്ചേരുന്നു. ദിവസേന 5 പൂജകൾ നടക്കുന്ന ഈ മഹാക്ഷേത്രത്തിൽ തിരുവാതിര നക്ഷത്രത്തിൽ തന്ത്രിപൂജ, വാരം എന്നിവ നടക്കുന്നു. തലേ ദിവസം ഭഗവതി സേവ ഉണ്ടാകും. വാരം കഴിഞ്ഞ് അടുത്ത ദിവസം വേളിയോത്ത്, ചെറുമാന ജപം, ഭസ്മാഭിഷേകം എന്നീ വിശേഷ ചടങ്ങുകൾ നടക്കുന്നു. താന്ത്രിക അധികാരം കീഴ്മുണ്ടയൂർ മനയ്ക്കാണ്. മഹാദേവനും മറ്റ് ദേവീദേവന്മാർക്കും ഇവിടെ വഴിപാടുകൾ ചെയ്യുവാനുള്ള സൗകര്യങ്ങളുണ്ട്. അഭിഷേകാദികൾ, അലങ്കാരങ്ങൾ, അർച്ചനകൾ, സൂക്തപുഷ്പാഞ്ജലികൾ, നിവേദ്യങ്ങൾ, പൂജകൾ, ഹോമങ്ങൾ, ഉദയാസ്തമന പൂജ, മഹാമൃത്യുഞ്ജയ ഹോമം, ത്രികാല പൂജ എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഇവിടെ കാണുവാനുണ്ട്. 3 ദിവസത്തെ ശിവരാത്രി ആഘോഷം, നവരാത്രി, 12 ദിവസത്തെ തിരുവാതിര മഹോത്സവം എന്നിവ പ്രധാന ആണ്ടുവിശേഷങ്ങളാണ്. തിരുവാതിര കാലത്ത് 12 ദിവസവും വേദപണ്ഡിതന്മാരുടെയും ക്ഷേത്രം തന്ത്രിയുടെയും നേതൃത്വത്തിൽ വലിയമ്പലത്തിൽ വടക്കുഭാഗത്തെ പ്രത്യേക മണ്ഡപത്തിൽ മംഗല്യപൂജ നടത്തുന്നു. നെടുമംഗല്യത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും അതിവിശേഷമാണിത്.
പട്ടും താലിയും ദേവിക്ക് സമർപ്പിക്കുന്നതും അതിശ്രേഷ്ഠമാണ്. പ്രദോഷവും 30 തിങ്കളാഴ്ചയും വിശേഷാൽ ആചരിക്കുന്നു. പണ്ട് 28 ഇല്ലങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഊരായ്മക്കാരായിരുന്നുവെന്നും പിന്നീട് ആ സ്ഥാനം മഴുവന്നൂർ ഇല്ലത്തിലേക്ക് എത്തിച്ചേർന്നു എന്നും പറയപ്പെടുന്നു. പിന്നീട് ആ മനയും അന്യം നിന്നപ്പോൾ കുറച്ചുകാലം താഴക്കുളത്ത് മനയുടെ കീഴിലായി. ഇപ്പോൾ ക്ഷേത്ര ഊരായ്മക്കാർ സ്ഥിരം അംഗവും ഭക്തജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മറ്റംഗങ്ങളും ഉൾപ്പെടുന്ന ചൊവ്വല്ലൂർ ശിവക്ഷേത്ര ഭരണസമിതിയാണ് ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തുന്നത്. ബലിക്കൽപുര, നടപ്പുര, ഗോപുരങ്ങൾ, ചുറ്റുമതിൽ എന്നിവയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ചൊവ്വല്ലൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടെ അടുത്ത് തന്നെ പടിഞ്ഞാറേ നടയ്ക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ചൊവ്വല്ലൂർ വാഴും മഹാദേവനെ തൊഴുതു കഴിഞ്ഞാൽ തീർച്ചയായും ഈ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പരിലസിക്കുന്ന കണ്ണനുണ്ണിയെ തൊഴണം എന്നാണ് നിയമം. എന്നാൽ മാത്രമേ ഈ ക്ഷേത്ര ദർശനം പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് വിശ്വാസം. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പോലെ തന്നെ ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിലും ഒരു ദർശനക്രമം അനുവർത്തിച്ചു പോരുന്നുണ്ട്. പ്രശാന്ത സുന്ദരമായ ഗ്രാമാന്തരീക്ഷത്തിൽ കൈലാസനാഥൻ സകുടുംബം പരിലസിക്കുന്ന ഈ അതിപുരാതനമായ ക്ഷേത്രം തീർച്ചയായും കാണേണ്ട, അനുഭവിക്കേണ്ട ഒരു വിസ്മയ ഭൂമി തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടപ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തുള്ള വിസ്മയാനുഭവങ്ങളും അതീവ ദിവ്യമായ കാഴ്ചകളുമാണ് ഈ ക്ഷേത്രം സമ്മാനിച്ചത്. പൊന്നുഗുരുവായൂരപ്പനും ചൊവ്വല്ലൂർ വാഴും കൈലാസനാഥനും പരസ്പരം ദർശിച്ചുകൊണ്ടാണ് വാഴുന്നത് എന്നൊക്കെ വിശ്വാസങ്ങളുണ്ട്. ഗുരുവായൂർ ദർശന വേളയിൽ വളരെ അടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ക്ഷേത്രത്തിൽ കൂടി എത്തിയാൽ ഒരിക്കലും അത് നഷ്ടമാവില്ല എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. ഒരിക്കലും മറക്കാത്ത അതിമനോഹരമായ ദിവ്യാനുഭവങ്ങൾ സമ്മാനിച്ച ഈ പുണ്യപുരാതന ഭൂമിക്ക് ശതകോടി സാഷ്ടാംഗ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നുച്ചരിച്ച ഓരോ അക്ഷരവും പ്രപഞ്ചത്തിൻ്റെ പിതാവും മാതാവുമായ ഉമാമഹേശ്വരന്മാരുടെ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. പ്രപന്നവൃന്ദസ്യ സുഖാശ്രയായ ത്രൈലോക്യ സംഹാരക താണ്ഡവായ കൃതസ്മരായ വികൃതസ്മരായ നമഃ ശിവായ ച നമഃ ശിവായ. ഏവർക്കും സർവമംഗളങ്ങളും ആശംസിക്കുന്നു. ഓം നമഃ ശിവായ. നമഃ പാർവതീപതേ. ഹര ഹര മഹാദേവ.